US പ്രതിരോധ വകുപ്പിന്റെ പേരിൽ വ്യാജ ആയുധ നിർമ്മാണ കരാറുണ്ടാക്കി തട്ടിപ്പ് നടത്തിയതിൽ VPVV കൺസ്ട്രക്ഷൻസിന് നോട്ടീസ്. കമ്പനികാര്യ മന്ത്രാലയമാണ് നോട്ടീസ് നൽകിയത്. നിക്ഷേപകരിൽ പണം സ്വീകരിച്ചതുൾപ്പെടെ മുഴുവൻ രേഖകളും ഹാജരാക്കണം. പ്രതിരോധ വകുപ്പുമായി ബന്ധപ്പെട്ട കരാർ, സാമ്പത്തിക ഇടപാടുകൾ, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ ആരോപണങ്ങളിലാണ് നിലവിൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഷമീർ അബ്ദുള്ളാണ് കൊല്ലത്ത് നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. ഷമീർ, ഒരു തട്ടിപ്പിന്റെ വിവിധ തലം എന്നുള്ളത് നമ്മൾ ഇങ്ങനെ കാണുകയാണ് ഈ വാർത്തയിലൂടെ വരുമ്പോൾ. കാരണം ഒരു പ്രതിരോധ വകുപ്പിൻ്റെ പേരിലൊക്കെ ഇത്തരം വ്യാജമായി ഒരു തട്ടിപ്പൊക്കെ ചെയ്യുന്നവർ നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളതും കൂടെ മനസ്സിലാക്കുകയാണ്. നിലവിൽ എന്താണ് ഈ SFIO നോട്ടീസിൻ്റെ വിവരങ്ങൾ? ഷാമിലി, ഇന്ത്യയിൽ തന്നെ മലയാളികളടക്കം ഇന്ത്യയിൽ തന്നെ 700 കോടി രൂപയിലധികം തട്ടിപ്പ് നടന്നു എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ 4 FIRകളാണ് വന്നിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം തന്നെ ന്യൂസ് മലയാളം പാലക്കാട് സ്വദേശിയുടെ വിവരങ്ങൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ സൗണ്ട് ബൈറ്റ് അടക്കം നൽകുകയും ചെയ്തിരുന്നു. US സമാധാന കരാറിൻ്റെ ഭാഗമായി US ആരംഭിക്കുന്ന ചില പ്രോജക്റ്റുകളിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള ആളുകളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ പണം സ്വീകരിച്ചത്. 2000 സെക്യൂരിറ്റി ജീവനക്കാരെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കളമശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന സ്മാർട്ട് സെക്യൂരിറ്റി സർവീസിൽ നിന്നും അതിന് ഉടമയിൽ നിന്നും 81 ലക്ഷം രൂപ നിക്ഷേപമായി സ്വീകരിച്ചത്. ഈ നിക്ഷേപം സ്വീകരിക്കുന്നത് വഴി അവർക്ക് US വിസ, ഒപ്പം തന്നെ ആ കമ്പനിയുടെ ലാഭം, അങ്ങനെ വലിയ വലിയ ഓഫറുകൾ പറഞ്ഞുകൊണ്ടാണ് ഈ പണം സ്വീകരിച്ചത്. വിവിധ ആളുകളിൽ നിന്നും ഏതാണ്ട് 5 ലക്ഷം രൂപ മുതൽ 27 കോടി രൂപ വരെ സ്വീകരിച്ച കേസുകൾ ഇപ്പോൾ സംസ്ഥാന പോലീസിന്റെ പക്കലുണ്ട്. ഇത് ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന, വസന്ത് വിഹാറിൽ പ്രവർത്തിക്കുന്ന VVVP കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ പേരിലാണ് ഈ ആരോപണം വരുന്നത്. എന്തായാലും പ്രതിരോധ മന്ത്രാലയത്തിന്റെ സീല്, ഒപ്പം തന്നെ US-ന്റെ സീല്, അങ്ങനെ പ്രതിരോധ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയ ആളുകളുടെ പേരിൽ ആളുകളെ പരിചയപ്പെടുത്തുകയും ഈ സീൽ ഉൾപ്പെടെയുള്ള രേഖകൾ സമർപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ പണം വിദേശത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് NK പ്രേമചന്ദ്രൻ MP കമ്പനികാര്യ മന്ത്രാലയത്തിന് ഒരു കത്ത് നൽകുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കമ്പനികാര്യ മന്ത്രാലയം ഇതിലൊരു അന്വേഷണം നടത്താൻ തീരുമാനിച്ച് ഈ നോട്ടീസ് ഈ കമ്പനിക്ക് നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ കമ്പനി ഇപ്പോഴും വസന്ത് വിഹാറിൽ പ്രവർത്തിക്കുന്നുണ്ട്, നിയമപ്രകാരമാണ് പ്രവർത്തിക്കുന്നതാണ് കമ്പനിയുടെ വിശദീകരണം. എന്തായാലും കമ്പനി ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കുമെന്നാണ് കമ്പനിയുടെ വിശദീകരണവും വരുന്നത്. ഷാമിലി. ശരി, ഷമീർ വിവരങ്ങൾ നൽകിയത്.